ഈശോയിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ജീവിതത്തിൽ ദൈവം ചൊരിയും നന്മകളും സ്നേഹവും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും അവസാനിക്കില്ല. പ്രത്യേകിച്ച് വചനത്തിലൂടെയൊക്കെ വചനം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വചനം പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ, വചനം ജീവിക്കുന്ന മനുഷ്യർ, ഇങ്ങനെയുള്ള സഹോദരങ്ങളെ നമ്മൾ ചുറ്റുവട്ടങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെല്ലാം അങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇന്ന് പ്രത്യേകമായിട്ട് വചനം പഠിക്കുന്ന ഒരു കുടുംബത്തിൽ വചനം പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ അവരും വചനം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് വചനം പഠിപ്പിക്കാം, വചനം അവരുടെ മനസ്സിൽ എങ്ങനെ സ്വീകരിക്കാവുന്ന രീതിയിൽ നമുക്ക് അവരെ മാറ്റാമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കുടുംബത്തിനോട് കൂടിയായിരിക്കുകയാണ് നമ്മൾ ആ കുടുംബത്തെ പരിചയപ്പെടുകയാണ്. തീർച്ചയായും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ ജീവിതം എപ്പോഴും നമുക്കൊരു മാതൃകയായിട്ട് നമുക്ക് എടുക്കാം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണാം, ഏറ്റവും ഗൗരവത്തോടു കൂടി കാണാം. അതുപോലെ തന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും പാഠമാകട്ടെ എന്ന് ആശംസയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ജോൺസൺ ചേട്ടനെ ആ കുടുംബത്തെ പരിചയപ്പെടാൻ വേണ്ടിയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ജോൺസൺ ചേട്ടാ, കുടുംബങ്ങളെ സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെ കണ്ടാലറിയാം എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലും സൗഭാഗ്യത്തിലൊക്കെയാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? പേരൊക്കെ ഒന്ന് പറയാവോ? പേര് ജോൺസൺ, കോക്കണ്ടത്തിൽ. എൻ്റെ പേര് ബെറ്റി. ഓക്കെ. എൻ്റെ പേര് കെസിയ മേരി ജോൺസൺ. എൻ്റെ പേര് എലീഷ യോഹന്നാൻ ജോൺസൺ. ഒരു മോളും കൂടെ ഉണ്ട്. അവളുടെ ഇവിടെ അല്ല, ഹോസ്റ്റലിലാണ്. അവളുടെ പേര് റൂത്ത് ട്രീസ ജോൺസൺ. നമ്മൾ ഇവരോട് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇവരുടെ പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവര് എല്ലാം ബൈബിളിലുള്ള പേരുകളാണ് ഇട്ടിരിക്കുന്നത്, അല്ലേ? എല്ലാ കുഞ്ഞുങ്ങളുടെ പേരും ബൈബിളിൽ ഇട്ടിട്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് കിട്ടിയ നമ്മുടെ സാധാ POCയിൽ കിട്ടുന്ന ബൈബിള്. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഓരോ ബൈബിൾ ഇരിപ്പുണ്ട്. ഇതെടുക്കാവോ? ഇത് ഇവരെഴുതി തീർത്ത ബൈബിൾ വചനമാണ്. ഇതെല്ലാം ഇവരെഴുതി തീർത്ത, ഇത് എലീഷായുടെ ബൈബിൾ വചനം. ഇത് ഈ ബുക്കുകളിലെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാം, അല്ലേ? കാണിച്ചു കൊടുക്കാം. നോക്കി ഇതുണ്ടോ, ഇംഗ്ലീഷിൽ ബൈബിൾ വചനം എഴുതി ഒത്തിരി ഇതുണ്ടോ ഇവിടെ എല്ലാം ഇംഗ്ലീഷിൽ ബൈബിൾ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തും ബൈബിൾ വചനം എഴുതിയിരിക്കുകയാണ്. കാണിച്ചു കൊടുക്കാവോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. നെഹമി എത്രയിൽ പഠിക്കുന്നത്? 9. മോൾ എത്രയിൽ പഠിക്കുന്നത്? 6. 6ാം ക്ലാസ് കഴിഞ്ഞ ദൈവവചനമാണ്. തുറന്ന് കാണിക്കാവോ? ഇതുണ്ടോ, കുഞ്ഞെഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളാണ് ഇതെല്ലാം. അതെ സ്നേഹമുള്ളവരെ, ഇത്രയേ ഉള്ളൂ. ഇവരുടെ പേരുകളിലായാലും ഇവരുടെ ജീവിതത്തിലായാലും ദൈവവചനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ എലീഷ ഒരു സമ്മാനം മേടിച്ചല്ലേ? സമ്മാനം കിട്ടിയല്ലേ? അതെന്താണെന്ന് പറയാമോ? അത് 120 വചനം കോതമംഗലം രൂപതയിൽ മറ്റേ നിർമ്മല പബ്ലിക് സ്കൂളിലുള്ള ഓഡിറ്റോറിയത്തിൽ ചെന്ന് പറഞ്ഞതിന്റെ അതിന്റെ പ്രൈസ് 120 വചനം പറഞ്ഞു. അവര് വേഴ്സസ് ചോദിക്കും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഡെയിലി ജൂൺ 1 മുതൽ ഡെയിലി ഒരു വചനം വെച്ച് അവരെഴുതണം. എഴുതിയിട്ട് April 30 ആയപ്പോൾ വചന ഡയറി മത്സരം നമ്മുടെ കോതമംഗലം രൂപതയിൽ എല്ലാ വർഷവും അവർ നടത്തുന്നതാണ്. അപ്പൊ ഒത്തിരി കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതില്. അപ്പൊ അങ്ങനെ പോയപ്പം വചനം ചോദിക്കുന്ന ഉടനെ വചനം പറയണം. അവര് മിക്സപ്പ് ആയിട്ട് ചോദിക്കും, ഓർഡറിലൊന്നും ചോദിക്കത്തില്ല. വേഴ്സസ് ഏതെങ്കിലും ചോദിക്കും, അപ്പൊ നമ്മളത് പറയണം. നമ്മളൊരു സ്റ്റക്കായ പിന്നെ അവരോട് നിർത്തും. ആക്ച്വലി 300 മോർ ദാൻ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരെണ്ണം അങ്ങ് സ്റ്റക്കായി പോയി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്യും. 120 നിർത്തി. ഇവിടെ സ്നേഹിതന്മാരെ 300ഓളം വചനങ്ങൾ ഇവനറിയാം, അല്ല എലീഷയ്ക്ക് അറിയാം. അതുപോലെ നെഹ്മിയയ്ക്കും അറിയാം, മോൾക്കും അറിയാം. ഒരു 2-3 വചനം, ഒരു 5 വചനം വെച്ച് പറഞ്ഞാൽ മതി. കുറേ വചനങ്ങൾ ഇവർ പറയും. ഒരു 5 വചനം പറയാമോ എല്ലാവരും? 5 വചനം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. The law of your mouth is better to me than thousands of gold and silver pieces. Psalms 119 verses 72. Cure the sick, raise the dead, cleanse lepers, and cast out demons. You receive without payment, so give without payment. Matthew chapter 10 verses 8. But I say to you, love your enemies and pray for those who persecute you. Matthew chapter 5 verses 44. Oh, give thanks to the Lord, for he is good, his steadfast love endures forever. 1 Chronicles 16 verses 34. But I with the voice of thanksgiving will sacrifice to you what I award. I will pay deliverance belongs to the Lord. Jonah 2 verses 9. ഇനി ചോദിച്ചു ഇനി പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മൾ തൽക്കാലം തീർത്തു. നെഹ്മിയ, എന്റെ ദൈവമായ കർത്താവ് ചെയ്ത് യോദ്ധാദിന് മധ്യം സെഫാനിയ 3 verses 17. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്ത് സാധിക്കും. ഫിലിപ്പി 4 verses 13. എന്റെ ദൈവം കർത്താവുമായ ഞാൻ എന്റെ വലത് കൈ പിടിച്ചിരിക്കും. ഞാൻ എന്നെ പറഞ്ഞ ഭയപ്പെടാൻ ഞാൻ എന്നെ സഹായിക്കും. ഏഷ്യ 41 verses 30. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വേഗം ലഭിച്ചു. ദൈവത്തെ വിളിച്ച അപേക്ഷിച്ച് ഞാൻ ചൈതന്യമെങ്കിൽ ലഭിച്ചു. ഞാൻ 7:7.
എന്നാലും നാമത്തിൽ പിതാവായിരിക്കുന്ന സഹായകനെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26. എടുക്കാൻ മോളെ Each is given the Holy Spirit for each of everyone's common good. 1 Corinthians 12 verses 7. But you are not in flesh, but you are not in flesh, but in spirit, since the Spirit of God dwells in you. Romans 8 verses 7. സൺഡേ നമ്മൾ എല്ലാ ദിവസവും എഴുതിയിട്ട് സൺഡേ 10 വേർഡ് ഓഫ് ഗോഡ് ജസ്റ്റ് റിവൈസ് ചെയ്യും. സൺഡേ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ റിവൈസ് ചെയ്യും. പിന്നെ അങ്ങനെ അങ്ങ് പോണ്. സ്നേഹമുള്ളവരെ, നോക്കി ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വചനം പറയണമെങ്കിൽ അതിന് പിന്നിൽ ഈ രണ്ട് മാതാപിതാക്കളുടെ പ്രോത്സാഹനവും പരിശ്രമവും ഉണ്ട് അല്ലേ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ വചനം പഠിക്കാനും വചനം കൊടുക്കാനും ഇവർക്ക് പറ്റണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പരിശ്രമമാണത്. അപ്പോൾ എനിക്ക് അല്പനേരം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദൈവവചനം എങ്ങനെയാണ് ആരംഭിച്ചത്? ഇങ്ങനെ കുഞ്ഞുങ്ങളെ പലരും ചോദിക്കും, ഇങ്ങനെ ദൈവവചനം പഠിപ്പിക്കണമെന്നൊക്കെ ആളുകൾ ചോദിക്കും. അവരോട് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം എന്താണ്? ആദ്യം നമുക്കിങ്ങനെ എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ തന്നപ്പോൾ അവരെ നന്നായിട്ട് നല്ല രീതിയിൽ ദൈവാനുഭവത്തിൽ വളർത്തണമെന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ ചെറിയ മക്കളായിരിക്കുമ്പോൾ തന്നെ ഈവൻ ദേ ആർ 1 month ഓൾഡ് ആ ഒരു ഏജിൽ തന്നെ ഞങ്ങളിവിടെ എല്ലാവരും നേരത്തെ അബുദാബിയിലായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോകായിരുന്നു, ചർച്ചിൻ്റെ അടുത്ത് നമ്മൾ താമസിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരിയോടെ ഇവർ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പം ഇവരെ വചനം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു മോനൊക്കെ ഒരു 3rd grade ഒക്കെ ആയപ്പോൾ തൊട്ട് ഞങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഡെയിലി രാവിലെ എണീറ്റ് അവർ ഇപ്പോഴായാലും രാവിലെ നമ്മൾ ആദ്യം എണീറ്റ് കഴിഞ്ഞിട്ട് ബൈബിൾ ഒരു ചാപ്റ്റർ വായിച്ച് ഏതെങ്കിലും ഒരു വചനം എഴുതിയതിന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. രാവിലെ വായിച്ചൊരു വചനം എഴുതിയിട്ടാണ് പോകുന്നത് എന്നിട്ടാണ് കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുന്ന സമയം കിട്ടുവാണെങ്കിൽ കുർബാന കഴിഞ്ഞ് വന്ന ഉടനെ അവരത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ സൺഡേക്കാണ് നമ്മൾ പിന്നെ ഒന്നും കൂടെ ബൈബിളൊക്കെ വായിച്ച് സമയമുണ്ടല്ലോ. അല്ലാത്ത ദിവസം പിന്നെ സ്കൂളിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ മക്കളെ അന്ന് ഒരു 3rd grade ഒക്കെ തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ. എനിക്ക് ഒരു ചോദ്യം ഞാൻ ചോദിച്ചല്ലോ, നമ്മളിങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പലരും പറയും ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യകതയുണ്ടോ? അവരോട് എന്നാ പറയാനുള്ളത്? വചനം പഠിപ്പിക്കേണ്ട ആവശ്യകത? തീർച്ചയായിട്ടും വചനം പഠിപ്പിക്കണം. കാരണം വെച്ചാൽ ആ വചനം പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ശരിക്കും അത് ജീവിതത്തിൽ നമ്മൾ ആദ്യമൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ അത്ര ഇന്നർ മീനിങ് ഒന്നും മനസ്സിലാക്കാതെ അവരിങ്ങനെ ഒരു റുട്ടീൻ പോലെ എഴുതിയാലും അവരത് വായിച്ച് പഠിച്ച് എഴുതി കഴിഞ്ഞുണ്ടല്ലോ അത് നമ്മുടെ ശരിക്കും ആ വചനം അനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കണ്ടേ. അപ്പോൾ അത് അങ്ങനെ അവരൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ആ വചനം ഓർമ്മ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമല്ലോ എന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഒരു ദൈവാനുഭവത്തിൽ ദൈവവചനം അനുസരിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് അവർ ജീവിക്കണമെന്നൊരു ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോഴേ അതിന് ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? കാരണം വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോൾ അതിനെയൊക്കെ നമ്മളിങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത്. കാരണം എക്സ്ട്രാ എഫേർട്ടാണ്, മറ്റു കാര്യങ്ങൾ മാത്രമല്ല. വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ട് നമ്മൾ എടുക്കണം. തീർച്ചയായിട്ടും. അതിനൊക്കെ അതായത് നമ്മൾ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ രാവിലെ ഇവർ എഴുന്നേൽക്കുന്നു, വചനം പഠിക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നു. അപ്പം ചിലപ്പോൾ അവർ അപ്പം തന്നെ, പക്ഷെ അത് ഇപ്പോഴാണത് ആ ഒരു രീതിയിലേക്ക് എത്തിയത്. അതിനു മുമ്പ് നമ്മൾ അവരോട് അവർ പഠിക്കാൻ അവർക്ക് മടിയായിരിക്കും. ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അവർ ജസ്റ്റ് റൈറ്റ് ചെയ്യുകയുള്ളായിരുന്നു. അപ്പം അത് പിന്നെ അവരെ കൊണ്ട് ബൈ ഹാർട്ട് ചെയ്യിച്ച് നമ്മൾ എടുപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം കുറച്ചാണ്. ആദ്യമൊക്കെ ഇപ്പം നമ്മൾ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി റുട്ടീൻ ആയതുകൊണ്ട് അവർ വന്ന് പറയും കേട്ടോ. രാവിലെ ഒരു വചനം ഞാൻ പഠിച്ചത് ഒരെണ്ണം ഞങ്ങളോട് വന്ന് പറയും. രാവിലെ തന്നെ വചനം പറയും. അങ്ങനെ ചെയ്തു പോകും. അപ്പോൾ തീർച്ചയായും സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങളോട് കൂടിയാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ദൈവോത്മകമായി വളർത്താൻ ഈശോയുടെ വചനം അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അപ്പോൾ അതിന് ആദ്യം കുറച്ച് എഫേർട്ട് മാതാപിതാക്കൾ പറഞ്ഞില്ലേ, ആദ്യം കുറച്ച് എഫേർട്ട് എടുക്കണം. ഇവർ 4 മക്കളെയും റൂത്തും കൂടെ ഉള്ളു. റൂത്തിന് 4 മക്കളെയും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർ വചനം ഉള്ളിൽ കൊടുത്തു. അതിനുള്ള നന്മയും സ്നേഹവും എല്ലാം ഇന്ന് ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യാതെ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അവർ ദൈവാത്മകമായിട്ട് വളർന്നു വരും. അതുപോലെ തന്നെ ഈ കുടുംബം ചെയ്യുന്നൊരു ഏറ്റവും മനോഹരമായൊരു കാര്യം, രീഷ ഈ പ്രാവശ്യം 10 കഴിഞ്ഞല്ലേ? 95% ഉണ്ട്. 95% ഇവരെല്ലാവരും നല്ലൊരു പഠിക്കുന്നവരാണ് കേട്ടോ. എല്ലാവരും നല്ല പഠിക്കുന്നവരും പല രീതിയിലുള്ള കഴിവുള്ളവരൊക്കെയാണ്. എനിക്കിവിടെ വന്നിട്ട് ഇവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവന് 95% മാർക്കുള്ളൊരു കുഞ്ഞാണ്. പക്ഷേ
ഇവർ ഞായറാഴ്ച പഠിക്കുകയില്ല, സ്കൂളിലെ കാര്യങ്ങളൊന്നും പഠിക്കില്ല. കാരണം നമ്മൾ സ്നേഹമുള്ളവർ, നമ്മുടെ സമൂഹത്തിൽ ഞായറാഴ്ച കാറ്റഗിസത്തിന് പോലും പോകാതെ നമ്മുടെ മറ്റ് എൻട്രൻസ് പരീക്ഷകളും കാര്യങ്ങളെല്ലാം സമയത്ത് ഈ 95% മാർക്കുള്ള ഈ കുടുംബത്തിൽ ഇവർ ട്രെയിനിങ് കൊടുക്കുന്നത് ഞായറാഴ്ച അവർ ദൈവവചനം മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ ഈ സാബത്ത് ആചരിക്കുന്നത്, അതിൻ്റെ ദൈവാനുഗ്രഹങ്ങളും അതിന് നിങ്ങൾ ചെയ്യുന്ന രീതികളൊന്നും ഞങ്ങൾ പറയാം? കുറേ നാളായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഇതിങ്ങനെയുണ്ട്, സാബത്ത് നമുക്ക് ചെയ്യണം, സൺഡേ നമുക്ക് ശരിക്കും വിശുദ്ധ ദിവസമായിട്ട് ആചരിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോസിബിൾ ആവോ ഇല്ലയോ, പല പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അത് അങ്ങനെ നീട്ടി പോകുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വട്ടായലേച്ചിൽ ധ്യാനം കൂടിയപ്പോൾ പിന്നെയും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്ത്. ഈ ലാസ്റ്റ് ജനുവരി തൊട്ടാണ്, 2026 ജനുവരി തൊട്ടാണ് ഞങ്ങൾ തുടങ്ങി. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നി. ആദ്യത്തെ 1-2 ദിവസം അന്ന് നമുക്ക് ശരിക്കും മറ്റ് ഒരു വ്യഗ്രതയില്ല, മറ്റു കാര്യങ്ങളിലൊന്നും ഒരു കാര്യവും ഞങ്ങൾ ചെയ്യത്തില്ല. ഈവൻ കുക്കിംഗ് പോലെ നമ്മൾ വലിയ ആക്റ്റീവ് കുക്കിംഗ് ഒന്നും ആ ദിവസത്തിന് വേണ്ടി നമ്മളൊരു വേറൊരു കാര്യം നമ്മൾ പെൻഡിങ് വെക്കില്ല, മാറ്റി വെക്കില്ല. അല്ലെങ്കിൽ നമ്മൾ സൺഡേ ഹോളിഡേ ആണല്ലോ നമുക്ക് അന്ന് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സാറ്റർഡേ തന്നെ ഞങ്ങൾ ഇവരെല്ലാവരും എല്ലാ പണികൾക്കും കൂടും. അപ്പോൾ സാറ്റർഡേ തന്നെ എല്ലാ ക്ലീനിങ് എല്ലാം ഞങ്ങൾ ചെയ്യും. സാറ്റർഡേ യൂഷ്വലി എല്ലാവരും അവരോരോ റൂമും എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി സാറ്റർഡേ. എന്നിട്ട് സൺഡേ മോർണിംഗിൽ തൊട്ട് നമ്മുടെ റുട്ടീൻ. നമ്മൾ പഠിക്കത്തില്ല, സ്കൂളിൽ ഒരു കാര്യം അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വേറെ പാർട്ടി ഫംഗ്ഷൻ ഇതിനൊന്നും ഞങ്ങൾ പോകത്തില്ല. അപ്പോൾ ദൈവവചനം ആ ഒരു പഠിച്ച് എല്ലാ ദിവസവും എഴുതുന്നത് അവർ റിവൈസ് ചെയ്യുമെന്ന്, പിന്നെ ബൈബിൾ കൂടുതൽ വായിക്കുമെന്ന്. പിന്നെ അവർക്ക് ആക്ച്വലി ഹോളിഡേ മാത്രമാണ് TV ടൈം ഉള്ളത്. അല്ലാത്ത ദിവസം നമുക്ക് എല്ലാത്തിനും പിന്നെ ഒരു ടൈമിംഗ് ഉണ്ട്. ഇവർക്കൊരു ഓർഡറിലാണ്, ടൈം ടേബിൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോണേ. പക്ഷെ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട, എന്ന് ചെയ്യണം എങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാം അങ്ങനെ ഹോളിഡേ ആയാലും അവർക്കൊരു റുട്ടീനുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അങ്ങനെ വന്ന് വചനം വായിക്കും. പിന്നെ ഞങ്ങൾ സൺഡേ 1 മണിക്കൂർ കുറച്ചും കൂടെ കുരിശ് വരച്ച് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ 1 മണിക്കൂർ അഡോറേഷൻ ചെയ്യും. നമ്മൾ കുറേ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മൾ ലൈറ്റെല്ലാം ഓഫാക്കി ആ ഒരു ഫീല് നമുക്ക് ദീപികാരനെ എഴുന്നള്ളിച്ച് വെച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ശരിക്കും ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ശരിക്കും അത്. പിന്നെ സ്കൂളിലൊന്നും പഠിക്കില്ല. മോൻ്റെ ബോർഡ് എക്സാം ആയാലും തലേദിവസമായാലും ഇവർക്ക് എന്ത് എക്സാമോ കോമ്പറ്റീഷനോ ഉണ്ടെങ്കിൽ സൺഡേ അതൊന്നും പഠിക്കും. ബൈബിൾ റിലേറ്റഡ് നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. പിന്നെ TV ഓൺ ആക്കുമായാലും വചനത്തിൻ്റെ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ടല്ലോ, അത് ഞങ്ങൾ കാണും. പിന്നെ ഇവർ സെയിൻസിൻ്റെ മൂവി, പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ചോസൺ അങ്ങനെയുള്ളത് മാത്രം അവർക്ക് ആ TV ടൈമിൽ അത് മാത്രമേ കാണത്തുള്ളൂ അന്നത്തെ ദിവസം. അല്ലേ വചനം കാണും, അല്ലേ അഡോറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ സൺഡേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. അങ്ങനെ സന്തോഷമായിട്ട് പോകണം. അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ഒത്തിരി ഭയങ്കര ഫ്രീ ടൈം പോലെ, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ പിന്നെ നമ്മൾ കൂടുതലൊരു ഫാമിലി ഡേ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഞങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട് അന്ന്. വേറെ ഒരു കാര്യം എല്ലാം മാറ്റി വെച്ചു. അറിയാതെ മൊബൈൽ യൂസ് ചെയ്യത്തില്ല അന്ന്. വാട്സപ്പ് എമർജൻസി കോളുകൾ എടുക്കും, എമർജൻസി എന്തെങ്കിലും ചെയ്യും. അല്ലാതെ നമ്മൾ റുട്ടീൻ വാട്സപ്പ് നോക്കത്തില്ല, അങ്ങനെ മൊബൈൽ നോക്കത്തില്ല. അന്ന് മൊബൈലെല്ലാം കൊണ്ട് അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് മൊബൈലിനോട് എല്ലാവരോടും സാബത്ത് ചെയ്തോളാൻ പറയും. അങ്ങനെ എമർജൻസി വന്നാൽ മാത്രം ഞങ്ങൾ എടുക്കത്തുള്ളൂ. നിങ്ങളൊരു കേട്ടില്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഈ കുടുംബം സാബത്ത് ആചരിക്കുന്നത്? ദൈവത്തിന് വേണ്ടി മാത്രം കൊടുത്ത് സമയം ചെലവഴിച്ച് പഠിക്കുന്നില്ല. കണ്ടോ, എക്സാമിൻ്റെ സമയമാണ്. സഹോദര, നിനക്ക് ആ പരീക്ഷയുടെ സമയത്ത് സാബത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിനക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നിനക്ക് അതിന് വിഷമമുണ്ടോ? ഇല്ലേ, വിഷമമൊന്നുമില്ല. കണ്ടോ, അവന് വിഷമമൊന്നുമില്ല, അവന് സന്തോഷമുള്ളൂ. ആദ്യം ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അവനൊരു ദിവസം പറഞ്ഞു, അമ്മ നമ്മളിപ്പോൾ ഈ എക്സാം ഇതെല്ലാം വരുമ്പോൾ സൺഡേ സാബത്താകുമ്പോൾ അപ്പോൾ ഞാൻ ഇതിനൊക്കെ പഠിക്കണ്ടേ? പറഞ്ഞു വേണ്ട, നീ പഠിക്കണ്ട, അന്ന് പഠിക്കണ്ട, സാറ്റർഡേ വരെ ഉണ്ടല്ലോ, അന്ന് പഠിച്ചു. പിന്നെ എന്നിട്ട് അവർ ചെയ്യും എന്തെങ്കിലും പെൻഡിങ് ഉണ്ട്. ഇപ്പം മൺഡേ മോർണിംഗിൽ മിഡ് വരെയല്ലേ, മൺഡേ മോർണിംഗിൽ 4 AM വരെ എണീക്കും. എന്നിട്ട് തലേദിവസം എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള പെൻഡിങ് തീർക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും മൺഡേയിൽ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ മോർണിംഗിൽ 4 o'clock എണീക്കും വന്നവർ. നേരത്തെ കിടക്കാമല്ലോ, വേറെ TV കാണോ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ വളരെ നല്ലൊരു ഫോർമേഷൻ, കുഞ്ഞുങ്ങൾക്കുള്ള ഫോർമേഷൻ ഈ കുടുംബത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാനും പരിചയപ്പെടാനും. ദൈവമഹത്വത്തിന് വേണ്ടിയും അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഒത്തിരി ഉപകാരപ്പെടും, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ മോള് പാട്ട് പാടും അല്ലേ? 2 ലൈൻ പാട്ടിൽ ഒരു 4 ലൈൻ പാടാവോ? മോളൊരു ഒത്തിരി കഴിവുകളുണ്ട്. ഇവരെല്ലാവരും ഓർമ്മ വായിക്കുന്നവരാണ്, പല കഴിവുകളും വരയ്ക്കുന്നവർ, ചേച്ചി വരയ്ക്കും, അങ്ങനെ ഒത്തിരി കഴിവുള്ളവരൊക്കെയാണ്. അതിൽ മോള് നമുക്ക് വേണ്ടി ഒരു 4 ലൈൻ പാട്ട്. ഉയർത്തുന്ന
മിടുക്കി, അടിപൊളി, സൂപ്പർ. നല്ല കാര്യം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കുടുംബം നിങ്ങളോട് സംസാരിച്ച നല്ല കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. നമുക്ക് വചനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താം, വചനം മനസ്സിലാക്കാം, വചനം പഠിക്കാം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ വചനം നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇന്ന് നല്ല മക്കളാണ്, നല്ല മക്കളായിട്ട് വളർന്നു വരട്ടെ. ദൈവം നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ചേട്ടനും ചേച്ചിക്കും ഒത്തിരി നന്ദി. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.